അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും ബഹുമാനമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മദീനയിൽ നിന്ന് ഏകദേശം 153 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ് ഖൈബർ എന്ന് പറയുന്നത്. ഖൈബറിലേക്ക് രണ്ട് സ്വഹാബിമാർ, അബ്ദുല്ലാഹിബ്നു സഹിൽ റളിയല്ലാഹു അൻഹു, അതുപോലെ മുഹയ്യിസത്തു ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന രണ്ട് സഹാബിമാര് ഒരാവശ്യത്തിന് വേണ്ടി പോയി. യഹൂദന്മാരുടെ നാടാണ് ഖൈബർ എന്ന് പറയുന്നത്. അവിടെ എത്തി ഒരാൾ ഒരു വഴിക്കും മറ്റാൾ വേറൊരു വഴിക്കും പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ മുഹയ്യിസത്തിന് കിട്ടുന്ന വിവരം എന്താന്ന് വെച്ചാൽ, തന്നോടൊപ്പം വന്ന അബ്ദുല്ലാഹിബ്നു സഹിലിനെ ആരോ കൊന്നിട്ട് അയിനുമാ ഒരു നദീ തടാകത്തിന്റെ വക്കിൽ ചെന്ന് നോക്കുമ്പോ പെരടിയൊക്കെ വെട്ടിയിട്ട് ചോരയിൽ മുങ്ങിക്കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു സഹിൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. വലിയ പ്രയാസമായി തിരിച്ച് മദീനയിൽ വന്നു. ഈ അബ്ദുള്ള എന്നവരുടെ സഹോദരനായ അബ്ദുറഹ്മാനെയും വേറെ തന്റെ സഹോദരനായ ഒരാളെയും കൂട്ടിയിട്ട് ഈ മുഹയ്യിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോയി. കാര്യം പറയാൻ വേണ്ടിയിട്ട്, വിഷയം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നബിയെ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ തിരുനബിയുടെ മുമ്പിൽ എത്തിയിട്ട് ഈ കൊല്ലപ്പെട്ട അബ്ദുള്ള എന്നവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ ആണ് വേഗം പറയാൻ തുടങ്ങി, നബിയെ എന്റെ സഹോദരനെ എങ്ങനെ പഠിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കബ്ബിർ 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 കബ്ബിർ, നിങ്ങൾ നിർത്തണം, നിങ്ങളെ കൂട്ടത്തില് മുതിർന്ന ആള് സംസാരിക്കട്ടെ, അതാണ് എന്റെ വിഷയം. സംഗതിയൊക്കെ ശരി, പക്ഷേ നിങ്ങളിൽ ആരാണ് മുതിർന്നവർ, അവർ തുടങ്ങട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പാഠം അതിലുണ്ട്. സംഗതിയൊക്കെ ഗൗരവമുള്ളതാണെങ്കിലും ഏത് കാര്യങ്ങൾ വരുന്നിടത്തും മുതിർന്നവരെ പരിഗണിക്കുക, ആദരിക്കുക എന്നത് ഇന്ന് പാടേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ, ഒരു 25 വയസ്സിന്റെ താഴോട്ടുള്ള ആളുകൾക്ക് ബഹുമാനം എന്ന് പറയുന്നത് അറിയേയില്ല. എന്താ ബഹുമാനം എന്ന് നമ്മളെ മക്കൾക്ക് അറിയില്ല. ഒന്നുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ അവർ ഈ കാലഘട്ടത്തിൽ ഈ ചുറ്റുപാടിൽ അങ്ങനെ വളർന്നു വരികയാണ്. അതിന് മാറ്റമുണ്ടാവൽ അത്യാവശ്യമാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറ, നമ്മിലെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ കാമിലല്ല, അവന്റെ സ്വഭാവം ശരിയല്ല, എന്റെ റൂട്ടല്ല അവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബഹുമാനം ആദരവ് എന്നൊക്കെ പറഞ്ഞത് അവലം തുടങ്ങിയത് നമ്മളെ വീട്ടിലാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഗുരുനാഥന്മാർ, അവരെയൊക്കെ ആദരിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ നമ്മൾ പറയാതെയും പഠിപ്പിക്കാതെയും ഒരിക്കലും അതുണ്ടാവില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോ ചാരുകസേരയിൽ ചാരിയിരിക്കുന്ന മകൻ, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മകന് ഉപ്പയെ കാണുമ്പോ ഉമ്മയെ കാണുമ്പോ ഒരു കുലുക്കവും ഇല്ല എങ്കിൽ അവരുടെ സ്വഭാവം എത്ര മോശമാണ്. പല രക്ഷിതാക്കളും അങ്ങനെയാണ്. ഇന്ന് ചെറിയ ഉപ്പാര് പറയും, എങ്ങനെ പീടിയേക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല, ടൗണിലേക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മളെ ചെറിയ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കുന്നു. എന്നെ കണ്ടാ ഒന്ന് മാറി നിൽക്കാൻ വരെ ഓന് കഴിയില്ല. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് കുറവാക്കാൻ നല്ലത് എന്താണ്, എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കലാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം. അദബും മര്യാദയും അവ്വലൻ വ ആഖിറൻ, നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറണം, മക്കൾ എങ്ങനെയാണ് ഉമ്മയെയും ഉപ്പയെയും കാണും. നിങ്ങൾ നോക്ക്, നമ്മുടെ മക്കള് വിദ്യാസമ്പന്നരായി അഭ്യസ്തവിദ്യരായി ഭൗതിക വിഷയങ്ങളിലൊക്കെ വലിയ കഴിവുള്ളവരായിട്ടും അവർക്ക് ബഹുമാനം എന്തെന്ന് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരൊരു കാര്യം ഉദ്ദേശിക്കാണ്. ഒരു മകൻ സ്ഥലം വാങ്ങാൻ പോവാണ്, വീട് വെക്കാൻ പോവാണ്, യാത്രക്ക് പോവാണ്, ഗൾഫിൽ പോവാണ്, ജോലി അന്വേഷിച്ച് പോവാണ്. ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നത്, ഉമ്മ ഞാൻ നാളെ പോവാട്ടാ. എവിടേക്കുമാ? ഞാൻ ഗൾഫിൽ. അല്ലെങ്കിൽ ഉപ്പ ഞാൻ വീട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങുമ്പോ പോലും പറയാനോ ചോദിക്കാനോ നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല. ഉപ്പാനോ ചിലപ്പോ നമ്മളത്ര വിവരം വിദ്യാഭ്യാസം കഴിവൊന്നവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഒരു ബഹുമാനം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ ബറക്കത്തു മഅ കിബരിക്കും, ബറക്കത്ത് എന്ന് പറയുന്നത് നിങ്ങളിലെ മുതിർന്നവരോടൊപ്പമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ ഉമ്മയുണ്ടെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ വല്യുമ്മയുണ്ടെങ്കിൽ വല്യപ്പയുണ്ടെങ്കിൽ അവരിലൊരു ബറക്കത്തുണ്ട്. അവരെ നമ്മൾ ആദരിക്കണം. അവർക്ക് ചിലപ്പോൾ വിവരം ഉണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, നമ്മൾ അത്ര കാര്യങ്ങളൊക്കെ അത്ര തിരിഞ്ഞോണമെന്നില്ല. പക്ഷെ അവരിലാണ് ബറക്കത്ത്. അവരെ സന്തോഷിപ്പിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളെക്കാൾ ഒരുപക്ഷെ പക്വത അവർക്കുണ്ടാവും, ഒരുപാട് അനുഭവ സമ്പത്തുണ്ടാവും. എന്നതൊക്കെ എന്റെ മുന്നിലിരിക്കുന്നതൊക്കെ പ്രായമുള്ളവരാണ്. പക്ഷെ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അല്ലാതിരുന്നാൽ നമ്മൾ വഷളാവും, നമ്മളെ മക്കളും വഷളാവും. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്ക്, തദീനു കമാ തുദാനു എന്നൊരു ആപ്തവാക്യമുണ്ട് അറബിയിൽ. നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ നിങ്ങളോടും പെരുമാറപ്പെടും. നമ്മൾ ഇങ്ങനെയായി നമ്മളെ മക്കൾ ബഹുമാനില്ലാത്തവരായാൽ നമ്മളെ മക്കളോട് ഇതന്നെ ആയിരിക്കും ആവർത്തിക്കുക. ഇതല്ല ഇതിലപ്പുറം. ഒരു ബസ്സിൽ കയറിയാൽ നമ്മളെക്കാൾ മുതിർന്നവരുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക പോലും ചെയ്യാതെ ചായിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. ബസ്സിൽ കയറേണ്ടത് ഇപ്പൊ ബസ്സിൽ യാത്ര കുറവ്. ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോ കാലുമക്കാല് കയറ്റിയിരിക്കും നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. പ്രായമായ ഒരു ഉപ്പ കയറി വരുമ്പോ ഒന്ന് ഇങ്ങനെ നോക്കാൻ പോലും, കണ്ടത് പോലും നടിക്കാത്ത നമ്മുടെ മക്കളായി മാറും. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. അതവും ബഹുമാനമുള്ള സമൂഹമായി നമ്മുടെ സമൂഹത്തെ അള്ളാഹു വാർത്തെടുത്തു തരുമാറാവട്ടെ. പോരായ്മകളൊക്കെ അള്ളാഹു തആല പരിഹരിച്ചു തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.